ഗായ്സ്, അപ്പോ വെറും 5 ദിവസം കൊണ്ട് നിങ്ങളുടെ മുടി എന്താ ഈ കാണുന്ന പോലെ വളർത്തിയാലോ? ഹേ ഗായ്സ്, ഇറ്റ്സ് മീ ഹെയറി ബോയ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗായ്സ്, അപ്പോൾ എനിക്ക് ഒരു ദിവസം വരുന്ന മെസ്സേജുകളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കുന്ന ഒരു കാര്യമാണ് എങ്ങനെ മുടി വളർത്താം എന്നുള്ളതല്ല, എങ്ങനെ പെട്ടെന്ന് മുടി വളർത്താം. അതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. കേട്ടപ്പോ നല്ല സുഖമുണ്ടല്ലേ? വെറും 5 ദിവസം കൊണ്ടൊക്കെ ഈ കാണുന്ന പോലെ മുടി വളർത്താന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആർക്കായാലും കേൾക്കുമ്പോൾ ഒരു സുഖം തോന്നും. എന്നാൽ ഞാൻ ഒരു കാര്യം പറയാം, നടക്കത്തില്ല. എല്ലാവർക്കും പെട്ടെന്ന് റിസൾട്ട് കിട്ടണം. അതായത് സ്വിച്ച് ഇടുമ്പോൾ ബൾബ് കത്തുന്നത് പോലെ പെട്ടെന്ന് റിസൾട്ട് കിട്ടണം. നടക്കാത്തൊരു കാര്യമാണ്. പ്രത്യേകിച്ച് ഒരു നാച്ചുറൽ ഹെയർ ഗ്രോത്ത് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും നടക്കത്തില്ല. കാരണം ഞാൻ പറയുന്നത്, ഒരു വാഴ വെച്ച് കഴിഞ്ഞാലും കുലയ്ക്കാൻ മിനിമം ഒരു ടൈം എടുക്കും. അതെങ്കിലും നമ്മൾ കൊടുക്കണം. അതായത് നമ്മുടെ കഷ്ടപ്പാട് പ്ലസ് കാത്തിരിപ്പ്, ഇവിടെയാണ് നമുക്ക് റിസൾട്ട് കിട്ടുന്നത്. നമ്മൾ കഷ്ടപ്പെട്ട് കാത്തിരുന്നില്ല, പെട്ടെന്ന് നമുക്ക് റിസൾട്ട് വേണം, നടക്കത്തില്ല. ഇനി അതേസമയം കഷ്ടപ്പെട്ടില്ല, കുറെ നാൾ കാത്തിരുന്നു, എന്നാലും റിസൾട്ട് കിട്ടത്തില്ല. ഈ ഒരു 2 കാര്യങ്ങളും കൂടെ ഒരുമിച്ച് വരുമ്പോഴാണ് നമുക്ക് റിസൾട്ട് കിട്ടുന്നത്. ഇതിന് നല്ലൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഈ ജിമ്മിൽ പോകുന്ന എല്ലാവരും ബോഡി ബിൽഡ് ചെയ്യാറില്ല. കുറെ നാൾ പോകും, കുറച്ച് പേരൊക്കെ കുറച്ച് കഴിയുമ്പോൾ നിർത്തും. അതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ജിമ്മിൽ പോയി വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം നമ്മുടെ മസിൽ റിപ്പയർ ആവുന്ന ഇന്നർ ബോഡിയിലാണ്. ആ മാറ്റം നമുക്ക് ഒരിക്കലും ഫീൽ ചെയ്യാൻ പറ്റത്തില്ല. കാരണം അത് അകത്താണ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ പുറമേ നോക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് മാറ്റവും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് വെറുതെയാണ്, ഒരു കാര്യമില്ല. പക്ഷെ എന്നാലും ഉള്ളിൽ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഇത് നമ്മൾ മനസ്സിലാക്കാറില്ല. ഇത് മനസ്സിലാക്കാൻ പലപ്പോഴും പലർക്കും പറ്റാറില്ല. അങ്ങനെ മനസ്സിലാക്കുന്നവർ കൺസിസ്റ്റന്റ് ആയിട്ട് അത് തുടർന്ന് വരുന്നവർക്ക് റിസൾട്ട് ഉറപ്പായിട്ടും ഉണ്ടാവും. ഹെയർ ഗ്രോത്തിന്റെ കാര്യത്തിലും സെയിം കാര്യം തന്നെയാണ്. ഒരു കാര്യം ചെയ്തു, കുറച്ചുനാൾ റിസൾട്ട് ഇല്ല, ഈ ഒരു സാധനം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ തയ്യാറാവുന്നത് ആരൊക്കെയാണോ അവർക്ക് മാത്രമാണ് റിസൾട്ട് കിട്ടുക. എന്റെ ഈ ഹെയർ കണ്ടിട്ട് നിങ്ങളൊന്ന് ഗസ് ചെയ്യും. അതായത് എത്ര നാളെടുത്തു ഈ ഒരു ഹെയർ ഗ്രോത്ത് ഉണ്ടാവാനായിട്ട്? 3 വർഷം, 2.5-3 വർഷം എടുത്തിട്ടാണ് ഞാൻ എൻ്റെ മുടി ഇതുപോലെ ആക്കിയെടുത്തത്. അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ സംഭവിച്ചൊരു കാര്യമല്ല. എൻ്റെ 3 വർഷത്തെ കഷ്ടപ്പാട്, 3 വർഷത്തെ പ്രോപ്പർ ഡയറ്റ്, 3 വർഷത്തെ കെയറിങ്, അതിന്റെ റിസൾട്ടാണ് ഈ കാണുന്ന മുടി എന്ന് പറയുന്നത്. അല്ലാതെ ഒരു ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒരു സുപ്രഭാതം കൊണ്ട് ഞാൻ ഉണ്ടാക്കിയെടുത്ത ഒരു സംഭവം അല്ല ഇത്. എൻ്റെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഓരോ വീഡിയോസും എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിനെ ബേസ് ചെയ്തിട്ടാണ്. അതായത് എൻ്റെ ഹെയർ ഗ്രോത്ത് ജേണി സ്റ്റാർട്ട് ചെയ്തിടം മുതൽ ഞാൻ ചെയ്ത ഓരോ കാര്യങ്ങളുമാണ് ഞാൻ വീഡിയോസ് ആയിട്ട് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അതായത് ഹെയർ ഗ്രോത്ത് ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ ചെയ്ത ഹോം റെമഡീസ്, ഞാൻ ചെയ്ത കെയർ, എനിക്ക് കിട്ടിയ റിസൾട്ട്, ഇതിനെല്ലാം ബേസ് ചെയ്തിട്ടാണ് ഞാൻ വീഡിയോസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ആ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് പലരും വന്ന് എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ചിട്ട് പറയാറുണ്ട്, ബ്രോ ഇതൊക്കെ വെറുതെയാണ്, ഞാൻ ഇതൊക്കെ ഒരുപാട് ട്രൈ ചെയ്തതാണ്, റിസൾട്ട് ഒന്നുമില്ല. അപ്പൊ ഞാൻ അവരോട് തിരിച്ചു ചോദിക്കും, എത്ര പ്രാവശ്യം ട്രൈ ചെയ്തായിരുന്നു, അല്ലെങ്കിൽ എത്ര നാളുകൊണ്ട് ചെയ്യുന്നു? കാരണം റിസൾട്ട് ഇല്ല എന്ന് പറയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ചോദിക്കുമല്ലോ. അപ്പൊ അവര് പറയും, ഞാനൊരു 2-3 പ്രാവശ്യമൊക്കെ ചെയ്തായിരുന്നു, പക്ഷെ റിസൾട്ട് ഇല്ലാന്ന്. അപ്പൊ 3 വർഷം കൊണ്ട് ചെയ്ത ഞാൻ ആരായേട്ടാ? അവിടെയാണ് ഈ പെട്ടെന്ന് റിസൾട്ട് വേണമെന്ന് ചിന്തിക്കുന്ന ആളുകളുടെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ കാര്യങ്ങളിലൊന്നും റിസൾട്ട് കിട്ടാത്തത് കൊണ്ടല്ല, അവർ ആ കാര്യങ്ങളിൽ കൺസിസ്റ്റന്റ് അല്ലാത്തത് കൊണ്ടാണ് അവർക്ക് റിസൾട്ട് കിട്ടാത്തത്. എനിക്ക് വേറെ പണിയൊന്നും ഇല്ലാത്തത് കൊണ്ടല്ല. ഞാനൊരു കാര്യം ചെയ്ത് നോക്കിയിട്ട് അത് 100% റിസൾട്ട് ആണെന്ന് എനിക്ക് സ്വയം ബോധ്യപ്പെട്ടതിന് ശേഷമാണ് ഞാനത് ഓരോ വീഡിയോസ് ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് പ്രസന്റ് ചെയ്യുന്നത്. അല്ലാതെ ചുമ്മാ എനിക്ക് എന്തെങ്കിലും വെളിപാട് തോന്നിയിട്ട് ഞാൻ പറയുന്നില്ല. എനിക്ക് റിസൾട്ട് ഉണ്ടെന്ന് എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് പ്രസന്റ് ചെയ്യുന്നത്. നിങ്ങൾ ആ കാര്യത്തിൽ കൺസിസ്റ്റന്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ 3 വർഷമായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഒരു 3 ദിവസം അല്ലെങ്കിൽ 3 പ്രാവശ്യം നിങ്ങൾ ചെയ്തിട്ട് റിസൾട്ട് ഇല്ല എന്ന് പറയുന്നതിൽ എനിക്കൊന്നും പറയാനില്ല. ഇനി ഒരു ഫാസ്റ്റസ്റ്റ് ഹെയർ ഗ്രോത്ത് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നാച്ചുറലി അല്ലാത്ത എന്തെങ്കിലും മെത്തേഡ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെ പറ്റിയിട്ട് എനിക്കറിയില്ല. പക്ഷെ നാച്ചുറലി നിങ്ങൾക്ക് ഒരു ഹെയർ ഗ്രോത്ത് വേണോ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് അതിനൊരു ടൈമുണ്ട്. നമ്മൾ കൺസിസ്റ്റന്റ് ആയിരിക്കുക. നമ്മുടെ ലൈഫ് സ്റ്റൈല്, നമ്മുടെ റൊട്ടീൻ, നമ്മുടെ ഡയറ്റ്, ഇതെല്ലാം നമ്മൾ പ്രോപ്പറായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകേണ്ട വളരെ 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 അത്യാവശ്യമാണ്. ഇനി ഒരു നാച്ചുറൽ ഹെയർ ഗ്രോത്ത് വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിന്റെ ബേസിലാണ് ഞാൻ ഓരോ വീഡിയോസും ഞാൻ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ആ വീഡിയോസൊക്കെ ജസ്റ്റ് ഒന്ന് കാണാം. കണ്ടതിന് ശേഷം എന്ത് കാര്യമാണെങ്കിലും കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു 6 മാസം നിങ്ങൾ മിനിമം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഒരു റിസൾട്ട് കിട്ടും. അപ്പൊ ഈ പെട്ടെന്ന് മുടി വളർത്തണം എന്നൊരു മൈൻഡ് സെറ്റ് നിങ്ങൾ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് മുടി വളർത്തണം എന്നൊരു മൈൻഡ് സെറ്റ് മാത്രം കയ്യിൽ വെക്കുക. ഗൈസ്, അപ്പോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ആയിട്ടോ ഹെയറി ബോയ് 22 എന്ന് പറയുന്ന എന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ പേഴ്സണൽ മെസ്സേജ് ആയിട്ടോ ചോദിക്കുക. പുതിയൊരു ഹെയർ കെയർ വീഡിയോ ആയിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ ഹെയറി ബോയ്. ബൈ.